സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷം. ട്രഷറി കാലി. കടുത്ത നിയന്ത്രണം. 5 ലക്ഷത്തിൽ കൂടുതലുള്ള ബില്ലുകൾ മാറില്ല. ഓണം കഴിഞ്ഞതോടെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനാൽ ട്രഷറിയിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ. 5 ലക്ഷത്തിലധികമുള്ള ബില്ലുകൾ മാറാൻ കഴിയില്ല. നേരത്തെ 25 ലക്ഷമായിരുന്നത് പിന്നെയും കുറയ്ക്കുകയായിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളെയും കരാറുകാരെയും ഈ നിയന്ത്രണം ബുദ്ധിമുട്ടിലാക്കും. വിവിധ വകുപ്പുകളിലെ ആനുകൂല്യങ്ങളുടെയും വിതരണത്തിൽ കാലതാമസം ഉണ്ടാകും. കാണം വിറ്റ് ഓണം ആഘോഷിക്കുന്നതിൽ ജനങ്ങളെക്കാൾ സർക്കാരാണ് കടം വാങ്ങിയാണ് കളികൾ നടത്തിയത്. സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം പകുതിയിലാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി പ്രവർത്തനങ്ങൾ തുടങ്ങാനാവുകയെന്നും ഈ ഘട്ടത്തിൽ നിയന്ത്രണം പദ്ധതി മുടങ്ങും. ട്രഷറിയിൽ വീണ്ടും പഴയ അവസ്ഥ തന്നെ. ഈ വർഷം ജൂണിലാണ് 25 ലക്ഷത്തിൽ കൂടുതലുള്ള ബില്ലുകൾ മാറ്റാൻ കഴിയാതെ ആയിരുന്നത്. സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നതിനാൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ട്രഷറി ഡിസംബർ വരെ ഇനി കടമെടുക്കാൻ ശേഷിക്കുന്നത് 1200 കോടി രൂപയാണ്. ഈ സാഹചര്യത്തിലാണ് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. വരവിൽ കവിഞ്ഞ അനാവശ്യ ധൂർത്തും പാഴ്ചിലവുകളും ദീർഘവീക്ഷണമില്ലാത്ത ഭരണ വൈകല്യവുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഹേമ കമ്മിറ്റി 20-ലധികം മൊഴികൾ ഗൗരവതരമെന്ന് അന്വേഷണ സംഘം. നിയമ നടപടിക്ക് സാധ്യത. ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ 20-ലധികം പേർ നൽകിയ മൊഴി ഗൗരവതരമുള്ളതാണെന്ന് അന്വേഷണ സംഘം. ഇന്നലെ നടന്ന പ്രത്യേക സംഘത്തിൻ്റെ യോഗത്തിലാണ് തീരുമാനം. ഇവരിൽ ഭൂരിഭാഗം പേരെയും 10 ദിവസത്തിനുള്ളിൽ നേരിട്ട് ബന്ധപ്പെടാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. അടുത്ത 3-ാം തീയതിക്കുള്ളിൽ കേസെടുക്കും. 3896 പേജുകളുള്ളതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. മൊഴി നൽകിയവരിൽ മേൽവിലാസം വെളിപ്പെടുത്താത്തവരെയും കണ്ടെത്താൻ സാംസ്കാരിക വകുപ്പിൻ്റെയോ റിപ്പോർട്ട് തയ്യാറാക്കിയ ഹേമ കമ്മിറ്റി അംഗങ്ങളുടെയോ സഹായം തേടാനും ആലോചനയുണ്ട്. 20 പേരെ ആദ്യഘട്ടത്തിലും വനിതാ ഉദ്യോഗസ്ഥർ ഇവരെ നേരിട്ട് ബന്ധപ്പെടും. മൊഴി നൽകിയവരുടെ അഭിപ്രായം അറിഞ്ഞായിരിക്കും കേസെടുക്കുന്നതിൻ്റെ തീരുമാനം ഉണ്ടാവുക. സുനിക്ക് ജാമ്യം ലഭിച്ചെങ്കിലും ഉടനെ പുറത്തിറങ്ങാനാവില്ല. നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യം ലഭിച്ച പൾസർ സുനിയുടെ ജയിൽ മോചനം നീളും. മറ്റു 2 കേസുകളിൽ കൂടി ജാമ്യ നടപടി പൂർത്തിയാക്കാനുണ്ട്. അതുവരെ ജയിൽ മോചിതനാകാൻ കഴിയില്ല. കേസിലെ 1-ാം പ്രതിയായ പൾസർ സുനിക്ക് 7.5 വർഷത്തിന് ശേഷം സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. കോട്ടയത്തെ കവർച്ച നടത്തിയ കേസിലും കാക്കനാട് ജില്ലാ ജയിലിൽ നിന്ന് ഫോൺ വിളിച്ച കേസിലുമാണ് ഇനി ജാമ്യ നടപടികൾ നേരിടാനുള്ളത്. ഒരാഴ്ചയ്ക്കുള്ളിൽ വിചാരണ കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിടാനാണ് കോടതി നിർദ്ദേശം. എങ്കിലും ജാമ്യ വ്യവസ്ഥ തീരുമാനിക്കുന്നത് വിചാരണ കോടതി തന്നെ ആവും. പ്രവാസികൾക്ക് കഷ്ടകാലം. ജോലി പോലും നഷ്ടപ്പെടാൻ സാധ്യത. 2000 കമ്പനികൾക്ക് ഭീഷണിയും. UAE-യിൽ 1818ഓളം സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വദേശി വൽക്കരണ നിയമങ്ങൾ ലംഘിച്ച് നിയമനം നടത്തിയതായി മാനവ വിഭവശേഷി മന്ത്രാലയം. 2022 രണ്ടാം പകുതി മുതൽ 2024 സെപ്റ്റംബർ വരെയാണ് ഇവർ നിയമങ്ങൾ ലംഘിച്ച് നിയമനങ്ങൾ നടത്തിയിരിക്കുന്നതെന്ന് കർശന താക്കീത് നൽകിയിരിക്കുന്നു. ഈ കമ്പനികൾ 2784 പൗരന്മാരെയാണ് നിയമവിരുദ്ധമായി നിയമിച്ചിരിക്കുന്നത്. ഇവർ സാങ്കല്പിക പ്രാദേശികവൽക്കരണത്തിലൂടെ നിയമനങ്ങളെ മറികടക്കാൻ ശ്രമിച്ചതായി തെളിയിക്കപ്പെടുകയും ചെയ്തു. നിയമലംഘനം നടത്തിയ എല്ലാ സ്ഥാപനങ്ങൾക്കുമെതിരെ 20,000 ദിർഹം മുതൽ 5 ലക്ഷം ദിർഹം വരെ പിഴ ഈടാക്കിയിട്ടുണ്ട്. 1,13,89,701 രൂപ വരെ പിഴ ചുമത്തുന്നത് മാത്രമല്ല, ഇവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടിയും ഉണ്ടാകും. ഈ സാഹചര്യത്തിൽ ജോലി ചെയ്തു വരുന്ന
2000-ഓളം പേരുടെ സ്ഥിതി അതീവ ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. IS-നേക്കാൾ വലിയ ഭീകര സംഘടനയാണ് CPM എന്ന് KM ഷാജി. ISI-നേക്കാൾ വലിയ ഭീകര സംഘടനയാണ് കണ്ണൂരിൽ P ജയരാജൻ നേതൃത്വം നൽകിയിരുന്ന CPM എന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. അരിയിൽ ഷുക്കൂർ വധക്കേസ് RSS CPM ബന്ധത്തിന്റെ തെളിവാണെന്നും KM ഷാജി പറഞ്ഞു. കേസ് CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള പേഴ്സണൽ മന്ത്രാലയത്തിന് കത്തയച്ചപ്പോൾ അത് തള്ളിക്കളയുകയായിരുന്നു അവർ ചെയ്തത്. പിന്നീട് കോടതി ഇടപെടലിലാണ് കേസ് CBIക്ക് വിടാൻ തീരുമാനിച്ചതെന്നും ഷാജി ചൂണ്ടിക്കാട്ടി. ADGP വിഷയം ഒതുക്കാൻ ശ്രമിക്കുന്നത് ഗുരുതരമായ രാഷ്ട്രീയ കുറ്റമെന്ന് CPI. ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയങ്ങളിൽ CPI അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്നു. RSS കൂടിക്കാഴ്ച രാഷ്ട്രീയ പ്രശ്നമാണെന്നും ഗുരുതര രാഷ്ട്രീയ കുറ്റമാണെന്നും CPI ആവർത്തിക്കുമ്പോൾ ADGPയുടെ വ്യക്തിപരമായ വിഷയമായി ഒതുക്കാനാണ് CPM ശ്രമിക്കുന്നത്. ADGP പ്രശ്നം വലിയ വിവാദത്തിലേക്ക് നീങ്ങാനാണ് സാധ്യത. അടുത്ത മാസം നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം പ്രശ്നം ഉന്നയിക്കുമ്പോൾ CPI എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന ആശങ്കയിലാണ് ഏവരും. ADGPയെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്യുന്നതെന്നും CPI തുടർന്ന് ആരോപിച്ചു വരികയാണ്. P ജയരാജനും TV രാജേഷിനും തിരിച്ചടി. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ വിടുതൽ ഹർജി തള്ളി. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പ്രതികളായ CPM നേതാക്കളായ P ജയരാജനും TV രാജേഷിനും തിരിച്ചടി. തങ്ങൾക്കെതിരായ കുറ്റപത്രം റദ്ദാക്കണമെന്ന ഇരുവരുടെയും വിടുതൽ ഹർജി എറണാകുളത്തെ പ്രത്യേക CBI കോടതി തള്ളി. കേസിൽ ഗൂഢാലോചന കുറ്റമായിരുന്നു ജയരാജനും രാജേഷിനും എതിരെയാണ് CBI കുറ്റം ചുമത്തിയത്. ഇതിനെതിരെയാണ് നേതാക്കൾ കോടതിയെ സമീപിച്ചത്. തങ്ങൾക്കെതിരെ തെളിവില്ലാത്തതിനാൽ ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ലെന്നും വിചാരണ ആവശ്യമില്ലെന്നായിരുന്നു ഇരുവരുടെയും വാദം. ഈ ആവശ്യം കോടതി നിരാകരിച്ചതിനാൽ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഇതിനുള്ള മാർഗം. അല്ലാത്ത പക്ഷം ഇരുവരും കേസിൽ വിചാരണ നേരിടേണ്ടി വരുമെന്നാണ് അറിയുന്നത്.